ഭൂമിയിൽ താപനില അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ പല നഗരങ്ങളിലും വെന്തുരുകിയാണ് ജനങ്ങൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. ഇത് ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്രമാതീതമായി ഉയർന്ന താപനില ലോകമെമ്പാടും ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ചൂട് കൂടുന്നതിന് കാരണമാകുന്ന സമുദ്രത്തിലെ താപനില അതിവേഗം കൂടുന്ന പ്രതിഭാസം വർദ്ധിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് 2023-ലാണ്. എന്നാൽ 2024 തുടക്കത്തിൽ തന്നെ 2023 താപനിലയെ കടത്തിവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കുന്നതിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ. ആഗോളതാപനവും എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസവും മൂലം ലോകമെമ്പാടും താപനിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം സമുദ്രത്തിലെ താപനിലയും വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. അതിനാൽ ഫെബ്രുവരി മാസം ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ചൂടേറിയ മാസമായി മാറുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം. വർഷത്തിലെ ഏറ്റവും ചെറിയ മാസത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ കാലാവസ്ഥാ കണക്കുകൾ പുതിയ റെക്കോർഡിലേക്കാണ് കുതിച്ചുയരുന്നത്. സമുദ്രോപരിതലത്തിലെ താപനില കൂടിയ അളവിൽ തന്നെ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് കാലാവസ്ഥാ വിദഗ്ധരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കൂടാതെ മുൻ വർഷങ്ങളിലേതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ താപനിലയാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മധ്യ കിഴക്കൻ ഉഷ്ണമേഖല പസഫിക് സമുദ്രോപരിതലത്തിലെ താപനിലയ്ക്ക് ആനുപാതികമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ. താപനില കുറയ്ക്കാൻ സഹായിക്കുന്ന ലാനിന പ്രതിഭാസം എത്തുകയാണെങ്കിൽ ചൂടിന് ആശ്വാസം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, കസാക്കിസ്ഥാൻ, കൊളംബിയ, ജപ്പാൻ, ഉത്തര കൊറിയ, മാലിദ്വീപ്, ബെലീസ് എന്നിവിടങ്ങളിലുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ പ്രതിമാസ ചൂട് റെക്കോർഡ് കടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2024 ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ ഏകദേശം 140 രാജ്യങ്ങൾ പ്രതിമാസ താപനിലയിൽ റെക്കോർഡ് രേഖപ്പെടുത്തിയതും ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്തിരുന്നു. സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നതിനാൽ 2024 അവസാനത്തോടെ കൊടുങ്കാറ്റിനുള്ള സാധ്യതയുമുണ്ടെന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിട്ടുണ്ട്.